നടി ആക്രമിച്ച കേസിലെ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്ത കേസിലെ രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണിക്കെതിരെ തൃശൂർ സൈബർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ കേസിൽ വിധി വന്നതിന് പിന്നാലെ മാർട്ടിൻ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ പങ്കുവച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടി. മാർട്ടിൻ ആന്റണി പുറത്തുവിട്ട വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചവരും കേസിൽ പ്രതികളാകുമെന്നാണ് നിലവിലെ സൂചന. സോഷ്യൽ മീഡിയയിലെ 27 അക്കൗണ്ട് ഉടമകളെ ഇതിനോടകം തന്നെ ഇത്തരത്തിൽ ഈ വീഡിയോ പങ്കുവച്ചവരായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വീഡിയോയുടെ 27 ലിങ്കുകൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. അതേസമയം അതിജീവിതയുടെ പേരോ വ്യക്തിവിവരങ്ങളോ വെളിപ്പെടുത്തുന്നത് നിയമവിരുദ്ധമാണെന്നിരിക്കെയാണ് വീഡിയോ ഷെയർ ചെയ്തവർക്കെതിരെ IT നിയമപ്രകാരമുള്ള കർശന നടപടികൾ സ്വീകരിക്കുവാനുള്ള പോലീസിന്റെ ഈ ഒരു നീക്കം. മാർട്ടിൻ ആന്റണി ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്ത് ചിത്രീകരിച്ചെന്ന് കരുതപ്പെടുന്ന ഈ ഒരു വീഡിയോയിൽ അതിജീവിതയുടെ പേര് പരാമർശിക്കുന്നതിനൊപ്പം തന്നെ അന്വേഷണ സംഘത്തിനെതിരെയും ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതോടെ അതിജീവിത മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് പരാതി നൽകുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് തൃശൂർ സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. നിലവിൽ കേസിലെ പ്രതിയായ മാർട്ടിൻ ആന്റണി വിയൂർ ജയിലിൽ ശിക്ഷാ തടവുകാരനാണ്.